മധുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മധുവേട്ട, ഇപ്പം നമ്മൾ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടേക്ക് സൈന്യവും NDRF-ഉം രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ അവശ്യ ഭക്ഷണ സാധനങ്ങളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്യ, മുണ്ടക്കയിലേക്ക് അവർ കടന്നു പോകുന്നു. നേരത്തെ കളക്ടർ പറഞ്ഞ പോലെ ഇന്നത്തെ ഫോക്കസ് അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം ഇപ്പോൾ തന്നെ ഷിജിൻ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവും. ആ ഇന്നലെ ഉണ്ടാക്കിയ താൽക്കാലിക പാലവും ഇവിടെ അതിനെ മുങ്ങുന്ന വിധത്തിൽ, അതിനെ മുകളിലൂടെ കടന്ന് കുത്തിയൊഴുകുന്ന വിധത്തിൽ ജലനിരപ്പ് ഈ പുഴയിൽ ഒഴുകുന്നു എന്നുള്ളതാണ്, കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനാവുന്നത്. നേരത്തെ നമ്മുടെ സംഘങ്ങൾ അങ്ങോട്ട് കടന്നുപോയപ്പോൾ ഇത്ര വെള്ളമില്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയ മഴ, ഇവിടെ ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മഴ പെയ്തപ്പോഴേക്കും മലയുടെ മുകളിൽ അത് വലിയ മഴയായിരിക്കും എന്നാണ് അജയ് നമ്മളോട് പറഞ്ഞത്. അജയ്ക്കാണ് ഒരു പക്ഷേ മറ്റെല്ലാവരേക്കാളും ഈ പ്രദേശം അറിയാവുന്നത്. കാരണം അജയ് ജനിച്ചു വളർന്ന നാടാണിത്. അത് നോക്കൂ, ആ പുഴ ഇപ്പോൾ കടക്കുന്നത് കണ്ടോ? അത് അത്രയേറെ സുരക്ഷാ സേനാംഗങ്ങളുണ്ട്, അത് നാട്ടുകാരുമുണ്ട്. പക്ഷെ അവരിപ്പോൾ കടക്കുമ്പോൾ അത് മുൻപ് കടന്നുപോയ ആളുകൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ അവിടെ കടക്കുക ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയാണ്. കാരണം അനുനിമിഷം വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുന്നു. പക്ഷേ ഈ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് പറയേണ്ടുന്നത്, ഇത് പൊട്ടിയൊലിച്ച് വന്നപ്പോൾ സുരക്ഷിത സ്ഥാനം എന്ന് കരുതിയിരുന്ന വീടുകളുടെ ആ മുറികളിലെ ആ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുക്കി വെച്ച ആ കൂടുകളുടെ അതിനൊക്കെ മീതെ ഇപ്പോൾ ഈ പുഴയിൽ ഒലിച്ചു വന്ന് കിടന്നിട്ട് നിൽക്കുന്ന ഈ പാറക്കല്ലുകൾ നോക്കുവാരിക. ഇത് ഇത്തരം ഒരു കല്ല് കടന്നു വരുമ്പോൾ ഇതിനൊപ്പം ഒരുപാട് മരങ്ങളും കൂടി വന്നിരുന്നു. ഈ മരങ്ങൾ നെടുകെ പിളർന്ന മരങ്ങൾ, ആ പിളർന്ന മരങ്ങൾ ഈ കല്ലുകളുടെ കൂടി തള്ളിച്ചയിൽ കടന്നു വരുമ്പോൾ അതിനെ തൊടുന്നതെല്ലാം ഭസ്മമാക്കുന്ന വിധത്തിൽ, അങ്ങനെയാണ് നമ്മൾ ഈ ചാലിയാറിൽ നിന്ന് നമ്മൾ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നൊക്കെ നമുക്ക് വേദനയോടെ പറയേണ്ടി വരുന്നത്. ഒന്നും സാധ്യമല്ല. പടുകൂറ്റൻ മരങ്ങളാണ് പലതായി പിളർന്നും ഖണ്ഡിക്കപ്പെട്ടും ഇവിടേക്ക് കടന്നെത്തിയിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ആ കഷ്ണങ്ങളെ, ആ വലിയ കയ്യെത്താൽ പിടിക്കാൻ പറ്റാത്ത മരങ്ങളെ പലതായി കഷ്ണിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ എന്ത്, മറ്റെല്ലാം എന്ത്, അതിനപ്പുറത്ത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ശക്തിയിലാണ് ഇതെല്ലാം ഒലിച്ചു വന്നത്, ഒഴുകി വന്നത്, കുത്തിയൊലിച്ചത്. തീർക്കാനുള്ള സ്വപ്നങ്ങൾ കണ്ട് കിടന്ന ഉറങ്ങിയവരുടെ ജീവിതങ്ങളാണ് ഒരൊറ്റ രാത്രിയിൽ ഇല്ലാതായത്.